ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മുട്ടയൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റിലുള്ള തിക്കും ക്രീമിയുമായിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മയോണൈസിൽ പ്രത്യേകിച്ച് മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും, അത്ര സേഫ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഈ മയോണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നല്ലത്. ഈ മയോണൈസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 4 ദിവസം വരെ കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. എഗ്ഗ്ലെസ് മയോണൈസ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 250 ml അളവ് കപ്പിന് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. പാലിൻ്റെ സെയിം അളവ് തന്നെ, അതായത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നമുക്ക് കുറച്ചുകൂടി ആവശ്യമായിട്ട് വരും. എത്ര വേണമെന്ന് അത് പിന്നീട് ചേർത്ത് കൊടുക്കുമ്പോൾ പറയാം. അടുത്തതായി 3 മീഡിയം സൈസ് വെളുത്തുള്ളി, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 3/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനു മുൻപ് വെളുത്തുള്ളി ഒന്ന് ചതച്ചോ ചെറുതായി മുറിച്ചോ എടുക്കണം. ഇനി ഒരു മിക്സിയുടെ മീഡിയം സൈസിലുള്ള ജാർ എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം തണുപ്പുള്ളതായിരിക്കണം. അടുത്തതായി പഞ്ചസാര, ഉപ്പ് കൂടുതൽ ആവശ്യമെങ്കിൽ അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി, വെളുത്തുള്ളി. ഇത് ഞാൻ കല്ലിൽ വെച്ച് ചെറുതായി ഒന്ന് ചതച്ചെടുത്തതാണ്. അരഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് ചതച്ചെന്നേ ഉള്ളൂ. ഇനി ഇവ മീഡിയം സ്പീഡിൽ 15 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് എണ്ണയിൽ നിന്ന് 1/2 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവയും ഒരു 15 സെക്കൻഡ് മീഡിയം സ്പീഡിൽ അടിച്ചെടുക്കണം. സൺഫ്ലവർ ഓയിലിന് പകരം ഫ്ലേവർ ഒന്നുമില്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. വീണ്ടും ബാക്കിയുള്ള എണ്ണ മൊത്തം ഒഴിച്ചിട്ട് 15 സെക്കൻഡ് കറക്കിയെടുക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് പോരാ. ഇനി ഇത് കുറുകി വരുന്നത് വരെ കുറച്ചായി എണ്ണ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കണം. ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് മീഡിയം സ്പീഡിൽ തന്നെ ബ്ലെൻഡ് ചെയ്യുക. 1 മിനിറ്റിന് ശേഷം നോക്കുക എത്ര കുറുകി വന്നിട്ടുണ്ടെന്ന്. മയോണൈസ് തിക്കായി വരുന്നത് വരെ ഈ പ്രോസസ്സ് തുടരുക. ഞാൻ നേരത്തെ എഗ്ഗ്ലെസ് മയോണൈസ് ഉപയോഗിച്ച് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്യണേ. ഈ മയോണൈസ് തന്തൂരി, ബാർബിക്യൂ, അൽഫാം ചിക്കൻ എന്നിവയുടെ കൂടെ ഡിപ്പായി ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് നോൺ വെജ് മയോണൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് കേടാകും. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. ഇപ്പോൾ മയോണൈസ് തിക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് എണ്ണ കൂടാതെ എക്സ്ട്രാ 5 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അവസാനം നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇവ ഒരു 30 സെക്കൻഡ് മീഡിയം സ്പീഡിൽ ബ്ലെൻഡ് ചെയ്യണം. ഇപ്പോൾ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.